ഏട്ടൻ ഭയങ്കര ക്ലോസ് ആണ്, ചെറുപ്പം മുതലേ ഭയങ്കര ക്ലോസ് ആണ്. പക്ഷേ ഞങ്ങളുടെ സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്തൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോഴാണ് കുറച്ചും കൂടി ക്ലോസ് ആയതും പരസ്പരം മനസ്സിലാക്കാനൊക്കെ തുടങ്ങിയത്. ആള് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര സ്നേഹമാണ്. ആരെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചങ്ക് പറിച്ചു കൊടുക്കുന്ന ടൈപ്പാണ്. റൂം ഇസ് ഓൾസോ നൈസ്. ഞാൻ അവനെ വിളിച്ച് സംസാരിച്ച് ഫസ്റ്റ് കോളിൽ തന്നെ നല്ല കമ്പനി ആയിട്ടായിരുന്നു എല്ലാവരും കൂടി. അങ്ങനെ ദക്ഷി വാസ് വെരി ഹാപ്പി. ഞങ്ങള് 3 വർഷം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ഒരു വീട്ടിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു എൻ്റെ കസിൻ ബ്രദർ ആണെങ്കിലും കൂടി ഞങ്ങളുടെ സ്വന്തം ഏട്ടൻ്റെ പോലെ ഞങ്ങളെ അടിച്ചും ചീത്ത പറഞ്ഞും സ്നേഹിച്ചും വഷളാക്കിയിട്ടൊക്കെ വളർത്തിയത് ഏട്ടനാണ്. നിങ്ങൾക്കത് കല്യാണത്തിന് പേടിയില്ലേ ഗൈസ്? ആയിട്ടില്ല, പക്ഷെ എനിക്ക് വേഗം എത്തണം. അതുപോലെ ട്രാഫിക് തുടങ്ങിയാൽ 11:30 കയറട്ടെ. ഞാൻ ഫ്രണ്ടിലുള്ള നല്ല ബ്രൈഡ് കല്യാണം അയക്കാൻ പോവാ. എച്ചൂസിനെ ഞങ്ങൾ ഡെഫിനറ്റ്ലി മിസ് ചെയ്യും. ഞങ്ങൾ വിളിക്കാനുള്ള എച്ചൂസിനാണ്. പക്ഷേ ഐ വിഷ് ഓൾ ദ ബെസ്റ്റ്. അവള് വെരി ഇൻഡിപെൻഡൻറ്റ് ഫ്രം വെരി യങ് ഏജ്. പക്ഷേ കുറച്ച് നോട്ടിയാണ്. ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആളെ കിട്ടില്ല. Dakshu is our very close friend since at least 10 years. I know her, and he's also her classmate. I was basically in her class itself. Yeah, so we had a very good bond. Yes, and we are still in touch. Malu connected also. Correct. So we were pretty close. திசையின்றி நான் தேடி திரிந்தேன் தனியாகவே கண்ணே. ஒளியாக நீ என்னை சேர்ந்ததால் பிழைத்தேன் அடி. ഞാൻ രാഹുലിനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് 11th ക്ലാസ് 11ലാണ് സ്കൂളിൽ വെച്ചിട്ട്. ഫസ്റ്റ് ദിവസം അവനും പിന്നെ വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, അസീം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. കാരണം അവൻ ഫൈനലി അവൻ്റെ പാർട്ട്ണറെ കണ്ടെത്താൻ പറ്റി. അവന് പറ്റിയ ഒരാളെ തന്നെ കിട്ടി. ആൻഡ് സോ ഹാപ്പി ഫോർ ഹിം. சிறகாய் உயர்ந்தாலினி சுகமாய் காணாத காற்றாய் தூவும் மழை